50 അടി താഴ്ചയുള്ള കിണറ്റിൽ 23 മണിക്കൂർ ഏറെക്കുറെ കഴുത്തറ്റം വെള്ളത്തിൽ കിടന്ന ആൻറ്റി ഇതാ ആരോഗ്യവതിയായി നമ്മോടൊപ്പം ഉണ്ട്. ഒരുപാട് ഭയന്നു അല്ലേ? ഭയന്നു, നല്ലതായിട്ട് ഭയന്നു. ഭയന്നെന്ന് വെച്ചാൽ തലേദിവസം രാത്രിയിൽ ആരുമില്ല, പല എഴയന്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. എല്ലാം ഉണ്ട്, നമ്മളെല്ലാം ഇല്ല ചെറിയ അനക്കത്തിൽ കാണുന്നുണ്ട്. ഭയങ്കര നല്ലതായിട്ട് പേടിച്ചു പോയി. പിന്നെ നേരം വെളുക്കാറായപ്പോഴാണ് കാണുന്ന പ്രകാശം കണ്ടപ്പോൾ പിന്നെ അതിനൊരു തൊടിയെ കയറി ഇങ്ങനെ നിന്നു. അതുവരെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ കിടക്കുമെന്ന് വെച്ചാൽ കാലൊക്കെ താഴെ ഇങ്ങനെ പിടിച്ചേക്കുക, കൈ പിടിച്ചേക്കുക. ഇവിടെ വരെ വെള്ളമുണ്ട്. നേരം വെളുത്തപ്പോഴാ ഒരു പടിയേൽ ഒരു ഇച്ചിരി ക്യാപ്പ് കണ്ടപ്പോൾ അവിടെ കാല് കയറ്റി വെച്ചു, മറ്റേ കാലും കയറ്റി വെച്ചു. എന്നിട്ട് ഇച്ചിരി കൂടെ ഉയർത്തി വന്ന് നിന്നിട്ട് ഞാൻ ആൾക്കാരെ വിളിക്കുക. പക്ഷെ അത്രയും താഴെ ഉണ്ടായതുകൊണ്ട് കേൾക്കത്തില്ല. പഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡൻ്റായിരുന്ന ശൈലേന്ദ്രനാഥ് സൗണ്ട് കേട്ടു. അപ്പം പുള്ളി ഓടി വന്ന് ഞാൻ ആ റോസമാമയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. എന്ന് വെച്ചാൽ മേളിൽ ആരെങ്കിലും ഒരാളെന്നെ കണ്ടല്ലോ എന്നുള്ള സമാധാനം. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഇവർ ആംബുലൻസ് വിളിച്ചു, ഫയർഫോഴ്സിനെയും വിളിച്ചു. പെട്ടെന്ന് അവർ വന്ന് എന്നെ കരയ്ക്ക് കയറ്റുമായിരുന്നു. കിണറ്റിൽ വീണ സമയം നമ്മൾ കാല് വെച്ചത് ആ പലക കഷ്ണം ഒടിഞ്ഞുപോയി. പിന്നീട് അതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. പന്നിയെ കണ്ടു. ഞാൻ ഭയന്നിട്ട് ഈ തിട്ടയിലോട്ട് കയറിയ സമയത്ത് പിന്നെ ഈ പന്നി അവിടെ തന്നെ നിൽക്കുക, ഇങ്ങനെ കുനിഞ്ഞ് അവിടെ തന്നെ നിൽക്കുന്നു. കുറച്ചുകൂടെ സുരക്ഷിതമായിട്ട് അവിടോട്ട് കയറി നിന്നതാണ്. അപ്പം അതെങ്ങാണ്ടാണ് താഴോട്ട് ഒടിഞ്ഞു പോയത്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, വിളിച്ചാൽ വിളിയേക്കാവുന്ന ദൂരമേ ഉള്ളൂ കിണറിൻ്റെ അവിടേക്ക്. ആഴമുണ്ട് കിണറിന്. പിന്നെ നമ്മുടെ സൗണ്ടിൻ്റെ ഇതുകൊണ്ടും ആയിരിക്കാം ഉച്ചത്തിൽ കേൾക്കുന്നില്ല. പിന്നാണ് ഇവർ മെമ്പർമാരൊക്കെ വരുന്നതും. ഇവരിലാരോ ഇങ്ങനെ ഞാനുണ്ട് വെളിയിൽ ഇങ്ങനെ പറയുന്നത്. ഒരു രാത്രി മുഴുവൻ ഉണ്ടായിരുന്നു. പിന്നീട് പകൽ ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞു. രക്ഷപ്പെടുമെന്നുള്ള വിശ്വാസം ഉറപ്പായിട്ടുണ്ടായിരുന്നു? ഒരിക്കലും ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ അന്നും കൂടെ എന്നെ ആരും കണ്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും ആ വെള്ളത്തിൽ വീഴും എന്ന് വെച്ചാൽ ഉറക്കം നിൽക്കുന്നു, ക്ഷീണമായി. ഇന്നലെയും കൂടെ എന്നെ ആരും കണ്ടില്ലെങ്കിൽ പോയേനെ. വല്ലാതെ ഭയന്നു, ക്ഷീണമുണ്ട്, വിശപ്പുണ്ട്. ഈ വെള്ളം കിണറ്റിലുണ്ടെങ്കിൽ ഈ വെള്ളം കൊള്ളത്തില്ല. ഈ വെള്ളം ഒട്ടുമേ കൊള്ളത്തില്ല. ഭയങ്കര വാടയായി വെള്ളത്തിന്, വർഷങ്ങൾ കൊണ്ട് ഉപയോഗിക്കാതെ കിടക്കുക. അപ്പോൾ എല്ലാം സഹിച്ച് അതിനകത്ത് നിൽക്കുന്നേ. പക്ഷെ അവസാനം ഗതികെട്ട് ഈ വെള്ളം ഞാൻ കോരി കുടിച്ചു. ഒരുപാട് പ്രാർത്ഥിച്ചു അല്ലേ? ദൈവത്തെ മുഖാമുഖം കണ്ടു. ആൻറ്റി അടൂർ ജനറൽ ആശുപത്രിയിലെ ഒബ്സർവേഷൻ വാർഡിലാണുള്ളത്. വലത് തോളിന് ചെറിയ പരിക്കുണ്ട്, ക്ഷതമേറ്റതിൻ്റെ ചെറിയ വേദനയുണ്ട്. ഇടത് കയ്യിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരഞ്ഞ നേരിയ പാടുകളുണ്ട്. പിന്നീട് ഇടത് കാലിൻ്റെ താഴ്വശത്ത് ചെറിയ തോതിൽ നീര് വെച്ചിട്ടുണ്ട്. 50 അടി താഴ്ചയിലേക്ക് വീണതിൻ്റെ യാതൊരു പരിക്കുമില്ല. ദൈവാനുഗ്രഹമാണ്. ശരി, ഡോക്ടറെ കണ്ട ശേഷം ഇന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.